ദൈവത്തിൻ്റെ കയ്യിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച മനോദുഃഖങ്ങളോ, നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുകയും ഒരു പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുക സമയത്ത് ഒത്തിരി സ്നേഹിതരുടെ കൂടെ നടക്കുമ്പോഴൊക്കെ ഒരു വിഷമമില്ലാത്തവനെ പോലെ ഇല്ലാത്തവളെ പോലെ ഒരു പക്ഷേ നടന്നേക്കാം. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് അരിച്ചിറങ്ങുന്ന ചിന്തകൾ എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളൊക്കെ ഭാരപ്പെടുമ്പോൾ നിങ്ങൾ ഈ വാക്യം മറക്കരുത്. എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്രബലമായിരിക്കുന്ന ഒരു വാക്കുണ്ട്. എൻ്റെ കർത്താവ് പറഞ്ഞതാണ്. 19-ാമത്തെ അധ്യായം 19-ാമത്തെ അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം നോക്കി. 19-42 വാക്യം ഇങ്ങനെയാണ്: ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടുത്തെ വാക്കിന്റെ അർത്ഥം എന്താ? നിന്റെ സമാധാനത്തിനുള്ളത് സ്തോത്രം നിനക്കിപ്പം മറഞ്ഞിരിക്കുക. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി സമാധാനം കിട്ടില്ല എന്നല്ല വാക്യത്തിനർത്ഥം. ഇപ്പൊ നീ അസ്വസ്ഥനാണ്, ഇപ്പൊ നിനക്ക് പിടികിട്ടാത്ത ഒത്തിരി വിഷയമുണ്ട്. പക്ഷേ അതിന്റെ കാര്യം എന്താ? നിന്റെ കണ്ണിന് മറഞ്ഞ്, അതില്ലെന്നല്ല, ഇനി ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്നല്ല, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, പക്ഷെ നിനക്കത് കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. എന്നാൽ ഇന്ന് ഞാൻ പറയാം, ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. എങ്ങനെ നമുക്ക് സമാധാനപ്പെടാമെന്ന് പറയാം. എനിക്കെല്ലാ കാര്യം അറിയില്ലെങ്കിലും, എനിക്കെല്ലാ കാണാൻ പറ്റില്ലെങ്കിലും എൻ്റെ നന്മയ്ക്കുള്ളത് ദൈവം കണ്ടിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റാത്ത പലതും, എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന പലതും, ആ മറ കീറുന്നൊരു ദിവസമുണ്ട്. പ്രാർത്ഥിച്ചാൽ ഈ മറ കീറും കേട്ടോ ദൈവമക്കളെ. ചുമ്മാ നടക്കുമ്പോഴല്ല, കുറ്റം പറഞ്ഞ് നടക്കുമ്പോഴല്ല, പിറുപിറുത്ത് നടക്കുമ്പോഴല്ല, ഇതുപോലത്തെ ആത്മീക യോഗത്തിലൊക്കെ ഇരുന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യമാണ് ആ മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്താനിടയാകും.